അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സുഖവും സന്തോഷവും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജിന്നുകളെ കുറിച്ച് പറയുന്ന ചില വീഡിയോസിലൊക്കെ ഖരീനായ ജിന്ന് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഇതുവരെയുള്ള ജിന്നുമായി ബന്ധപ്പെട്ട വീഡിയോസ് കണ്ടവർക്ക് ഒരുപക്ഷെ ഖരീനായ ജിന്ന് ആരാണ്, എന്താണ് എന്നൊക്കെ അറിയുമായിരിക്കും. ആ വീഡിയോസ് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഖരീനായ ജിന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സമയമായപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എവിടേക്കോ പോയി. എനിക്ക് വല്ലാത്ത ദേഷ്യമായി. ആ ദേഷ്യത്തോടു കൂടി ഞാൻ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, എന്തേ ആയിഷ, വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ? അപ്പൊ ആയിഷ ബീവി പറയാൻ, ദേഷ്യപ്പെടാനോ? എന്നെ പോലെയുള്ള ഒരാള് അങ്ങയെപ്പോലെയുള്ള ഒരു മഹാനായ പ്രവാചകനോട് എങ്ങനെയാണ് ദേഷ്യം പിടിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അപ്പൊ നിന്റെ ശൈത്താനായിരിക്കും പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ അത്ഭുതത്തോടുകൂടി ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവ മഈ ശൈത്താനുൻ, എന്റെ കൂടെ ശൈത്താൻ ഉണ്ടെന്നോ? അതെ, ഉണ്ടല്ലോ. ആയിഷ ബീവിയുടെ ചോദ്യം വീണ്ടും, അപ്പൊ എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ഇങ്ങനെ ഉണ്ടാകുമോ? അതേ ആയിഷ, ഉണ്ടാകുമല്ലോ. വീണ്ടും ചോദ്യം വരുന്നു, അപ്പൊ പിന്നെ അങ്ങയുടെ കൂടെയും ശൈത്താനുണ്ടോ? മുത്തുനബിയുടെ മറുപടി, നാം, അത് എന്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷേ എന്റെ കൂടെയുള്ള ശൈത്താൻ വലാകിന്ന റബ്ബി അആനനി അലൈഹി ഹത്താ അസ്ലമാ, അല്ലാഹു തആലയുടെ സഹായം എനിക്കുണ്ടായി. എന്റെ കൂടെയുള്ള ശൈത്താൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ഈ സംസാരിക്കുന്ന എന്റെ കൂടെ ഇപ്പൊ ഒരു ശൈത്താനുണ്ട്. എന്റെ ശൈത്താന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനാണ് ഖരീനായ ജിന്ന് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രേതം എന്നൊക്കെ പറയൂലേ, യഥാർത്ഥത്തിൽ പ്രേതം എന്നൊരു സംഗതി ഉണ്ടോ? ആത്മാവുകൾ, അർവാഹുകൾ ഏത് ലോകത്താണ് എന്നതൊക്കെ നമ്മൾ വിശാലമായി തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. റൂഹുകളെ ഹാജറാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് വലിയൊരു വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണ് അർവാഹുകളെ ഹാജറാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയം. ആ തർക്ക വിഷയം തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ പ്രേതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാളുടെ റൂഹാനി, ഒരാളുടെ ആത്മാവ് കൂടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ കൂടുന്നത് ഈ ഖരീനായ ശൈത്താനാണ്. അല്ലെ, നമുക്കൊക്കെ എത്ര അനുഭവങ്ങളാണ്. മരിച്ചുപോയ ഏതെങ്കിലും ഒരു താത്തയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു കാക്കയുടെ അതേ സംസാര ശൈലിയിലും അതേ ശബ്ദത്തിലും അതേ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയിരിക്കും ഈ ഖരീനായ ജിന്ന് പ്രത്യക്ഷപ്പെടുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താ വിലയിരുത്തുക? പടച്ചോനെ, ഇതെന്റെ കൊച്ചുമ്മയാണ്, എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മച്ചിയാണ്. പിന്നെ സ്നേഹവും വാപ്പയാണെന്നുള്ള ചിന്തയോടുകൂടിയുള്ള പെരുമാറ്റവും കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ നിന്നുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രേതം എന്ന് പറയുന്നത് ഖരീനായ ജിന്നാണ്. എന്ന് പറഞ്ഞാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എല്ലാ മനുഷ്യന്മാരുടെ കൂടെയുമുള്ള ഖരീനായ ജിന്ന്. ഈ ഖരീനായ ജിന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, തുടക്കം മുതലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ഹിസ്റ്ററിയും കൃത്യമായി തന്നെ ഈ ഖരീനായ ജിന്നിനറിയാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഉക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വഖരീനുഹു മിനൽ മലായിക. ഏതൊരു മനുഷ്യന്റെ കൂടെയും ഒരു ജിന്നിൽ നിന്നുള്ള ഖരീനും ഒരു മലക്കിൽ നിന്നുള്ള ഖരീനുണ്ടാവും. നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുന്ന മലായിക്കത്തിൽ നിന്നുള്ള ഒരു ഖരീനുണ്ടാവും, തെറ്റ് ചെയ്യിപ്പിക്കുന്ന ഖരീനായ ജിന്നുണ്ടാവും. പക്ഷേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, അവിടുത്തെ കൂടെയുള്ള അവിടുത്തെ പ്രത്യേകതയായി ഹദീസിലും കിതാബുകളിലും വന്ന ഒന്നാണ്, അവിടുത്തെ കൂടെയുള്ള ശൈത്താൻ അത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, മുത്തുനബി പറയാണ്, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. ആ ശൈത്താൻ, എൻ്റെ കൂടെയുള്ള ശൈത്താൻ എന്നോട് ഖൈർ അല്ലാതെ കൽപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഖരീനായ ശൈത്താൻ അത് നമ്മളെ എന്ത് ചെയ്യും? തെറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാള്, അദ്ദേഹത്തിൽ ശൈത്താനിയത്തിന് നമ്മൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഉണ്ട്. ഈ ശൈത്താനിയത്ത് പുറത്തു നിന്ന് വന്നത് ആകണമെന്നില്ല. നമ്മുടെ കൂടെയുള്ള ഖരീനായ ശൈത്താൻ ഒരുപക്ഷെ നമുക്ക് പ്രയാസങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാം. ആക്കാമുൽ മർജാൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ കിതാബുണ്ട്, ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന കിതാബ്. ആ കിതാബിൽ ഖരീനായ ജിന്നുകളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് ആദം നബിയേക്കാൾ 2 വിഷയത്തിൽ കൂടുതൽ മഹത്വമുണ്ട്. ഏതൊക്കെയാണ് 2 മഹത്വങ്ങൾ? കാന ശൈത്വാനി കാഫിറൻ,
എന്റെ ഖരീനായ ജിന്ന് ഷൈത്താൻ കാഫിറായിരുന്നു. ഫആനനി അല്ലാഹു അലൈഹി, അല്ലാഹു തആല എന്നെ സഹായിച്ചു. ഹത്താ അസ്ലമ, ആ കാഫിറായ ഷൈത്താൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. കുന്ന അസ്വാജി ഔനൻ ലി, എന്റെ ഭാര്യമാർ എന്നെ സഹായിക്കുന്നവരുമാവുകയും ചെയ്തു ഖൈറായ വിഷയങ്ങളിൽ. എന്നാൽ വകാന ശൈത്വാനു ആദമ, ആദം നബിയുടെ കൂടെയുണ്ടായിരുന്ന ഷൈത്താനോ ഖരീനായ ജിന്നോ കാഫിറായിരുന്നു. വസൗജത്തുഹു അവനൻ അലാ ഖതിയതിഹി, ആദം നബിയുടെ കൂടെയുണ്ടായിരുന്ന ഖരീനായ ജിന്നിനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ ആര് സഹായിച്ചു? ആദം നബിയുടെ ഭാര്യയാകുന്ന ഹവ്വ ബീവി സഹായിച്ചു എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ഖരീനായ ജിന്ന് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ലേ? ഇനിയും വ്യക്തമാകാത്തവരുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ചെറുതായിട്ടൊന്ന് കമന്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് ഈ വിഷയമായി വേണമെങ്കിൽ അന്വേഷണം നടത്താം, പഠിക്കാം. ഈ പറയുന്നതൊക്കെ എനിക്ക് വലിയ അറിവുണ്ട് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാനിപ്പോഴും ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന വിഷയങ്ങൾ എൻ്റെ ഫാമിലി അംഗങ്ങളാകുന്ന നിങ്ങളുമായി ഷെയർ ചെയ്യലാണ്, നിങ്ങളുമായി പങ്കുവെക്കലാണ് എൻ്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അറിവിൽ സിയാദത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, താല്പര്യമുള്ള ആളുകൾ, സംശയങ്ങളുള്ള ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കമന്റുകളൊക്കെ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ചില സ്വപ്നവ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട കമന്റുകൾ, എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല കമന്റുകളും നമ്മൾ അത് പെൻഡിങ്ങിലായിട്ടിരിക്കുന്നത്. എന്നാൽ ചില കമന്റുകൾ നമുക്ക് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റിയ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മയൊക്കെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരുമാറാകട്ടെ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഖൈർ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ലോഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.